ഇന്നത്തെ പോക്കിന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യം. ഫസ്റ്റ് വൺ തന്നെ പറഞ്ഞേക്കാം, ഞാൻ എടുത്തിരിക്കുന്ന ഈ സെറ്റ് മുണ്ടിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഫ്ലാമിംഗോ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊളാബറേഷന്റെ വീഡിയോ എടുക്കാം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇതേ സർവീസ് ചെയ്യാൻ കൊടുക്കാനും കൂടിയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കൂറ്റനാടാട്ടോ വന്നിരിക്കുന്നത്. അവിടെ ഇതേ വണ്ടി കൊടുത്തു. വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഉള്ളില് വിൻചേട്ടന്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ സുഖചേട്ടനെ കാത്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ചേട്ടൻ വന്നപ്പോ അതേ വണ്ടിയുടെ ഉള്ളിൽ വിൻചേട്ടന്റെ എല്ലാവിധ സാധനങ്ങളും ഇപ്പൊ അതിന്റെ ഉള്ളിലാട്ടോ. അതൊക്കെ വലിച്ചു വാരി പുറത്തേക്ക് ഞങ്ങൾ എടുത്തു. എന്നിട്ട് വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് ആമക്കാവാണ് കേട്ടോ. നമ്മുടെ അവിടുന്ന് അടുത്ത് ഉള്ള ഒരു അമ്പലം ആമക്കാവാണല്ലോ. അപ്പൊ നേരെ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ പൂരത്തിനും കാര്യങ്ങൾക്കൊക്കെ വരാറുള്ളതാണ്. അത് കൂടാണ്ട് തന്നെ ഇതുപോലത്തെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഇവിടുന്ന് എല്ലാ വീഡിയോസൊക്കെ എടുത്തത് നമ്മുടെ വിൻചേട്ടനാന്ന് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ മൂസി ചേട്ടനായിട്ട് നമുക്കൊക്കെ എടുത്തു തരാറ് ഇങ്ങോട്ട് വന്നാൽ. അങ്ങനെ വീഡിയോ എടുത്തതിന്റെ ക്ഷീണം തീർക്കലാട്ടോ വിൻചേട്ടൻ. അത് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അതേ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു അരമണിക്കൂറും കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വിൻചേട്ടനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് നല്ല ഉറക്കാട്ടോ. പക്ഷേ എങ്കിൽ വിൻചേട്ടൻ കണ്ണടച്ച് ഞാൻ അപ്പൊ ക്യാമറ ഓൺ ആക്കൂട്ടോ. അപ്പൊ വിൻചേട്ടൻ വേഗം കണ്ണു തുറക്കും. അതുകൊണ്ട് തന്നെ വിൻചേട്ടനൊന്നും ആസ്വദിച്ച് മയങ്ങാൻ പോലും പറ്റിയിട്ടില്ലേ. പിന്നെ ഇത് ഇങ്ങനെ ഓരോ കോപ്പറേറ്റുകൾ കാട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്റെ അടുത്ത് പറയും വിൻചേട്ടന്റെ നാവ് രണ്ടാക്കാൻ അറിയാം. അങ്ങനെ രണ്ട് നാവൊക്കെ ആക്കി കാണിച്ചു തരുന്നേട്ടേക്ക്. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഇതേ നല്ല കുട്ടപ്പനാക്കി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പാടത്തന്നെ എല്ലാ കച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ ഇതേ വിൻചേട്ടൻ ടിക്കറ്റ് ഉള്ളിൽ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് എല്ലാവരോടും ഇതേ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ കെയർ ബേക്കറിക്ക് ആയിട്ടാ വന്നത്. അതും നമ്മുടെ കൂറ്റനാടുള്ളത് തന്നെയാണ്. അപ്പൊ പിന്നെ അടുത്ത് നമ്മൾ വിളിക്കണേ വന്നിട്ട് ഇവിടെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇവിടെ ബേക്കറി ഒക്കെ ബാക്കിലേക്ക് ഭയങ്കര വിപുലീകരിച്ചിട്ട് ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ മാറ്റിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ തോന്നുന്നു ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയ്ക്ക് സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്ന് കയറുക. പക്ഷെ ഇവിടെ വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞു. ഇവിടെ എന്നല്ല കേട്ടോ, നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ വന്ന് കയറിയാലും പിന്നെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്, എന്ത് പറയും എന്ത് കഴിക്കുന്നത്. തേജുന് പിന്നെ ബേക്കറിയിൽ എവിടെ ചെന്നാലും ആദ്യത്തെ ഓപ്ഷൻ ഷവർമ ആയിരിക്കും. അത് അവൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു മാംഗോ ഷേക്ക് പറഞ്ഞു കേട്ടോ. ഷുഗർ ഇല്ലാണ്ടാ പറഞ്ഞത്, പക്ഷേ ഇത് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടാ കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അതേ ഷവർമയുടെ ടേസ്റ്റ് നോക്കാൻ തേജുവിന്റെ അടുത്ത് കെഞ്ചിയിട്ട് ഇതേ ഒരു കഷ്ണം എനിക്ക് തന്നു കേട്ടോ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നത്തെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ഞാനിത് ഷേക്ക് കുറച്ച് വെച്ച് കുടിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിസ്സ ആയിരുന്നു കേട്ടോ. പിസ്സ എനിക്കായാലും തേജുനായാലും മിൻഷാട്ടായാലും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇവിടുത്തെ എന്തോ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുക്കാട്ടോ ചെയ്തത്. പക്ഷെ പിസ്സ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പിസ്സ ഇഷ്ടപ്പെടില്ല എങ്ങനെയൊക്കെ കൊടുന്നു വെച്ചെന്നാലും. പക്ഷെ പിസ്സ ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ കൊടുന്നു വെച്ചാലും ഇഷ്ടമാവും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികമായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തോന്നും. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ തേജപ്പന് ഇതൊരു കുടമിഠായിയൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം കാണിച്ചു തരാട്ടെ. വേറെ ഒന്നല്ല, നമ്മുടെ വീടിന്റെ അവിടുത്തെ അതിരിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിര് നമ്മളല്ലാട്ടോ കെട്ടണത്, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. പക്ഷെ മതിൽ നമ്മൾ കെട്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയും കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.